ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏഞ്ചൽ മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന ദിവസം നമ്മളെല്ലാവരും ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ദിവസമാണല്ലോ. ഏവർക്കും ഈ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുകയാണ്. ഉണ്ണീശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന ഒരു വചനം ഇപ്രകാരമാണ്: ദൈവമായവൻ മനുഷ്യനായത് മനുഷ്യനായവനെ ദൈവമാക്കാനാണ് എന്ന്. പ്രിയമുള്ളവരെ, മനുഷ്യരായ നമ്മളെ പാപത്തിൽ നിന്നും മോചിപ്പിച്ച് രക്ഷയുടെ വഴിയിലൂടെ നടത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് രക്ഷകൻ പിറന്ന ദിവസത്തിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുമസ് കൊണ്ട് നമ്മൾ ആഘോഷിക്കുക. ഇന്ന ദിവസം ഈ ക്രിസ്തുമസ് ദിനത്തിൽ നിങ്ങളുമായിട്ട് 2 ചിന്തകൾ പങ്കുവയ്ക്കേണ്ടത് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത ഇപ്രകാരമാണ്: ആരൊക്കെ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് നിന്നെ പടിയിറക്കിയാലും സ്വന്തം ഹൃദയത്തിൽ ഇടം നൽകി നിന്നെ സ്നേഹിക്കുവാൻ ഇന്നു മുതൽ ഒരു കൂട്ടുകാരൻ നിനക്കായി ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന വ്യക്തികളെക്കുറിച്ച്. അതായത് ആട്ടിടയന്മാർ വരുന്നുണ്ട്, അതുപോലെ ജ്ഞാനികൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ രാജാക്കന്മാർ വരുന്നുണ്ട്. ഈ 3 കൂട്ടരെ ഒന്ന് ശ്രദ്ധിക്കുക. ആട്ടിടയന്മാർ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണ്. ജ്ഞാനികൾ ഒരു മീഡിയം ലെവലിൽ ജീവിക്കുന്നവരാണ്. അതുപോലെ രാജാക്കന്മാർ ഏറ്റവും ടോപ്പ് ലെവലിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. ഏതൊക്കെ ജീവിതശൈലി ജീവിക്കുന്നവരാണെങ്കിലും അവർക്കെല്ലാം പ്രിയപ്പെട്ടവനായ ഉണ്ണീശോയുടെ ജനനമാണ് പുൽക്കൂട്ടിൽ നമ്മൾ കാണുക. പ്രിയമുള്ളവരെ, നമ്മളും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പൊക്കമുള്ളവനാണെങ്കിലും പൊക്കമില്ലാത്തവനാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും പണമുള്ളവനാണെങ്കിലും പണമില്ലാത്തവനാണെങ്കിലും നമുക്കെല്ലാവർക്കും ഒരുപോലെ കൂട്ടുകൂടാൻ ഇന്നു മുതൽ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ചിന്തയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 ചെറിയ സംഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഒന്നാമത്തെ സംഭവം ഇപ്രകാരമാണ്: 2 പേര് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്രയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അത്താഴം കഴിക്കേണ്ട സമയമൊക്കെ ആയി. 2 പേരും അത്താഴമൊക്കെ കഴിച്ച് അങ്ങനെ ഓരോരുത്തർ ഉറങ്ങുന്ന സമയമായി. ഓരോ കമ്പാർട്ട്മെൻറ്റിലും ലൈറ്റുകളൊക്കെ അണഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിലെ ഒന്നാമത്തെ വ്യക്തി രണ്ടാമത്തെ വ്യക്തിയോട് പറഞ്ഞു, ഞാൻ എന്നാൽ കിടക്കാൻ പോവുകയാണ്. ശരീരഭാഷ കൊണ്ടാണ് സംസാരിച്ചത്. അദ്ദേഹം ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത് കണ്ടപ്പോൾ രണ്ടാമത്തെ വ്യക്തി ഒന്നാമത്തെ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ഈ താഴത്തെ ബെർത്തിൽ കിടന്നോട്ടെ. അപ്പോൾ ഒന്നാമത്തെ വ്യക്തി പറഞ്ഞു, നിങ്ങൾ എന്ത് വർത്തമാനമാണ് പറയുന്നത്? ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തത് തന്നെ താഴത്തെ ബെർത്തിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാത്ത കാര്യം ഇപ്പം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ പണി നോക്കും, ഞാൻ താഴത്തെ ബെർത്തിലേ കിടക്കുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ആ വ്യക്തിക്ക് സങ്കടമായി. അദ്ദേഹം തൻ്റെ വലതുകാല് മുമ്പോട്ട് നീട്ടി വെച്ച ശേഷം മുണ്ട് മാറ്റി എന്തോ സ്റ്റിക്കർ പൊളിക്കുന്നത് പോലെ ഒന്നാമത്തെ വ്യക്തി നോക്കുമ്പോൾ കാണുകയാണ്. പിന്നീടാണ് മനസ്സിലായത് ഈ രണ്ടാമത്തെ വ്യക്തിക്ക് ഒരു കാലേ ഉള്ളൂ. ഒരു കാല് വെപ്പുകാലാണ്. തൻ്റെ വെപ്പുകാല് അദ്ദേഹം തൻ്റെ ശരീരത്തിൽ നിന്ന് വേർതിരിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. ഒന്നാമത്തെ വ്യക്തി ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ കാല് ശരീരത്തിൽ നിന്ന് വേർപെടുത്തി അതെടുത്ത് രണ്ടാമത്തെ ബെർത്തിലേക്ക് അദ്ദേഹം വെക്കുന്നു. അതിനുശേഷം ഞൊണ്ടി എഴുന്നേറ്റ് മുകളിലേക്ക് കയറാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ വ്യക്തി പറഞ്ഞു, അയ്യോ ക്ഷമിക്കണം, നിങ്ങൾക്കൊരു കാലില്ലെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു, നിങ്ങൾ താഴെ കിടന്നു, ഞാൻ മുകളിൽ കയറിക്കൊള്ളാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അവിടെ ഒരു അവസരം കൊടുത്തു എന്ന ഒരു സംഭവം. ഇനി രണ്ടാമത്തെ സംഭവം ഇപ്രകാരമാണ്: 3 പേര് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ബംഗാളി കയറി വരികയാണ്. ബംഗാളിയെ കണ്ടപ്പോൾ തന്നെ അവർ മനസ്സിൽ പറഞ്ഞു, ഇവനെ ഇവിടെ ഇരുത്തുന്നില്ല. കാരണം ഈ 3 പേരും മലയാളികളായിരുന്നു. അവർ വിശാലമായിട്ടിരിക്കുകയാണ്. അവർ അല്പം ഒന്ന് ഒതുങ്ങിയിരുന്നെങ്കിൽ ഈ മനുഷ്യനും അവിടെ ഇരിക്കാമായിരുന്നു. പക്ഷേ ആ 3 പേര് ആ വ്യക്തിക്ക് സീറ്റ് കൊടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് സുന്ദരിയായ ഒരു സ്ത്രീ കയറി വരും. അപ്പോൾ 3 പേരും മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ച് അവരുടെ ഒരു ആംഗ്യ ഭാഷയിൽ നിന്നും 3 പേരും അല്പം ഒതുങ്ങിയിരുന്ന് ആ സ്ത്രീയെ അവിടെ ഇരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് വലിയ സങ്കടമായി. അദ്ദേഹത്തിൻ്റെ സ്ഥലമെത്തിപ്പിൽ ഇറങ്ങിപ്പോയി. ഈ ഒരു ബംഗാളിക്ക് വേണമെങ്കിൽ അവർക്ക് ഇടം കൊടുക്കാമായിരുന്നു, പക്ഷേ കൊടുത്തില്ല. ഇനി 3ാമത്തെ സംഭവം: ഒരു മനുഷ്യൻ ബസ്സിൽ യാത്ര ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും പണം നഷ്ടപ്പെട്ടു പോയി. ആ വിവരം അദ്ദേഹം കണ്ടക്ടറോട് പറയുന്നു. കണ്ടക്ടർ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന വ്യക്തിയെ വഴക്ക് പറയുകയും അദ്ദേഹത്തെ തല്ലുകയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ആളുകളെല്ലാം ഇന്ന് നോക്കി. കുറച്ച് പേര് അടക്കം പറഞ്ഞു, കുറച്ച് പേര് ചിരിച്ചു, കുറച്ച് പേര് ഉറങ്ങുന്നത് പോലെയൊക്കെ കാണിച്ചു, കുറച്ച് പേര് നിസ്സംഗരായിട്ടിരുന്നു. അങ്ങനെ വളരെ ഒരു ബുദ്ധിമുട്ടിലൂടെ ആ മനുഷ്യൻ കടന്നുപോയി. സത്യത്തിൽ അദ്ദേഹം പണമൊന്നും മോഷ്ടിച്ചൊന്നും ഇല്ലായിരുന്നു. എങ്കിലും അദ്ദേഹത്തെ ആ ബസ്സിൽ നിന്ന് അദ്ദേഹത്തെ റോട്ടിലേക്ക് ഇറക്കി വിട്ടു. അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടി തുടർന്നുള്ള യാത്ര പൂർത്തിയാക്കി എന്നാണ് സംഭവം. ഇങ്ങനെ 3 ചെറിയ സംഭവങ്ങൾ. ഈ സംഭവങ്ങളിൽ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ നിന്നും സ്ഥാനമാനങ്ങളിൽ നിന്നും പൊസിഷനിൽ നിന്നൊക്കെ ഇടം കിട്ടാതെ പോയ സംഭവങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഒന്നാമത്തെ വ്യക്തിക്ക് ഇടം കിട്ടുന്നില്ല എങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇടം കിട്ടുകയാണ്. രണ്ടാമത്തെ സംഭവത്തിൽ ഒരു വ്യക്തിക്ക് ഇടം കിട്ടുന്നു, ഒരു വ്യക്തിക്ക് ഇടം കിട്ടുന്നില്ല. 3ാമത്തെ സംഭവത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഇടം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്.
പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ ഇടങ്ങൾ നഷ്ടപ്പെടുന്ന അനുഭവത്തിലൂടെ നമ്മളും കടന്നു പോകുന്നുണ്ടാവാം. നമ്മുടെ ജീവിതത്തിലും ഇടങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ സങ്കടപ്പെടേണ്ട. നമ്മളെ ഹൃദയത്തിൽ ഇടം നൽകി സ്വീകരിക്കുവാൻ നമുക്ക് നല്ലൊരു കൂട്ടുകാരൻ ഉദയം ചെയ്തിരിക്കുന്നു. അതാണ് ഈശോ. അതാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം എന്ന് പറയുക. പ്രിയമുള്ളവരെ, നമ്മൾ ഏതൊരു തലത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, കള്ളു കുടിക്കുന്നവനാണെങ്കിലും, കഞ്ചാവ് വലിക്കുന്ന ആളാണെങ്കിലും, പെണ്ണ് പിടിക്കുന്ന ആളാണെങ്കിലും, വ്യഭിചാരം ചെയ്യുന്ന ആളാണെങ്കിലും, നമ്മൾ കാണാൻ കൊള്ളില്ലാത്ത വ്യക്തിയാണെങ്കിലും, നമുക്ക് കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിലും, നമ്മളെ സ്നേഹിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് ക്രിസ്തുമസ് നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ പിടിക്കപ്പെട്ട വ്യഭിചാരിണിയെ കണ്ടപ്പോൾ, നീ വ്യഭിചാരിണിയാണോ എന്ന് മാറി നിൽക്കാൻ പറഞ്ഞില്ല. മഹോദരോഗിയെ കണ്ടു കഴിഞ്ഞപ്പോൾ, നിന്നെ കാണാനൊരു ഭംഗിയില്ലല്ലോ, നീ മാറി നിൽക്കാൻ പറഞ്ഞ് ഈശോ മാറ്റി നിർത്തിയില്ല. അന്ധനായവനെ കണ്ടപ്പോൾ, നിനക്കൊരു കഴിവില്ല, നീ പോട്ടെ എന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തിയില്ല. ശിഷ്യന്മാരെ കുറിച്ച് നമുക്കറിയാം. മീൻ പിടിക്കുന്ന മീനിൻ്റെ മണമുള്ള ശിഷ്യന്മാരായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. പ്രിയമുള്ളവരെ, സ്ത്രീകളെയോ പുരുഷന്മാരെയോ കുട്ടികളെയോ പ്രായമുള്ളവരെയോ ഒന്നും മാറ്റി നിർത്താതെ എല്ലാവരെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവർക്കിടം കൊടുത്ത രക്ഷകനായ ഈശോയുടെ പിറവിയാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുക. പ്രിയമുള്ളവർ, ഇത് നമുക്ക് ആഘോഷിക്കേണ്ട തിരുനാളാണ്. ലോകം മുഴുവൻ ഈ തിരുനാൾ ആഘോഷിക്കണം. നമുക്കും ഈ തിരുനാൾ ആഘോഷിക്കണം. നമ്മൾ ദേവാലയത്തിലേക്ക് പോയി വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് അവൻ്റെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരണം. പറ്റുമെങ്കിൽ ഡാൻസൊക്കെ കളിക്കണം, കേക്കൊക്കെ മുറിക്കണം, നമ്മുടെ വീടുകളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പൊക്കെ വീട്ടണം. ഇത്തരത്തിൽ ഈ തിരുനാൾ നമുക്ക് ആഘോഷിക്കണം. കാരണം ഇത് നമ്മുടെ തിരുനാളാണ്. നമ്മൾ ഏതൊരു സാഹചര്യത്തിലുള്ള വ്യക്തിയാണെങ്കിലും, ഏതൊക്കെ രീതിയിൽ നമ്മൾ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, ഇത് നമുക്ക് വേണ്ടി ജനിച്ച രക്ഷകൻ്റെ തിരുനാളാണ്. ഇത് മറ്റാർക്കും കൊടുക്കാനുള്ള ഒരു രക്ഷകനല്ല, ഇത് എൻ്റെ സ്വന്തം രക്ഷകനാണ്. അപ്പോൾ ഈ തിരുനാൾ നമുക്ക് ആഘോഷിക്കണം. അതാണ് ഒന്നാമത്തെ ചിന്ത. ഇനി രണ്ടാമത്തെ ചിന്ത ഇപ്രകാരമാണ്: ക്രിസ്തുമസ് ഇങ്ങനെ ആഘോഷിച്ച് പോയാൽ മതിയോ? നമ്മുടെ ജീവിതത്തിൽ അല്പം മാറ്റങ്ങളൊക്കെ വരുത്തണ്ടേ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചിന്ത. ഒരിക്കലും ഒരു വൈദികനും കുറച്ച് സിസ്റ്റേഴ്സും കുറച്ച് കൈക്കാരന്മാരും ആ ഇടവിലുള്ള കുറച്ച് വ്യക്തികളൊക്കെ ഒരു മാനസിക രോഗികളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലത്ത് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മാനസിക രോഗികളുടെ കയ്യിൽ മൈക്കുകളൊക്കെ കൊടുത്തിട്ട് അവിടെയുള്ള കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോരോ ഉത്തരങ്ങളൊക്കെ പറയുന്നു, പാട്ടുകൾ പാടുന്നു, പ്രസംഗം പറയുന്നു, കഥകളൊക്കെ പറയുന്നു. അങ്ങനെ ഒരു മാനസിക രോഗിയായ ഒരു അമ്മയുടെ കയ്യിൽ മൈക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ പറയുകയാണ്, അമ്മ മൈക്ക് കൊടുത്തു കഴിഞ്ഞ സമയത്ത് ആ ഒരു ഡയറക്ടർ ഇങ്ങനെ ചോദിക്കുകയാണ്, ഈ അമ്മ സ്വർഗത്തിൽ പോയിട്ടുള്ളതാണ് കേട്ടോ അച്ഛ എന്നൊക്കെ പറഞ്ഞ് ഈ അമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അമ്മയോട് ചോദിക്കുകയാണ്, അമ്മയെ സ്വർഗത്തിൽ ആരൊക്കെയുണ്ട്? അപ്പോൾ അമ്മ പറഞ്ഞു, ഇന്ന ആളുകളുണ്ട്, ആ ആശ്രമത്തിലുള്ള വണ്ടി ഓടിക്കുന്ന ആളുടെ പേരും ഈ പറഞ്ഞ അമ്മയുടെ കൂട്ടുകാരികളും ഈ ആശ്രമത്തിൻ്റെ ഈ പറഞ്ഞ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറുടെ പേരും, അങ്ങനെ ഈ അമ്മയ്ക്ക് അറിയാവുന്നവരുടെ എല്ലാം പേരുകൾ പറഞ്ഞു. അപ്പോഴാണ് ഈ ഡയറക്ടറിൻ്റെ മറ്റൊരു ചോദ്യം, ആ സ്വർഗത്തിൽ അച്ഛന്മാരൊക്കെ ഉണ്ടോ? അപ്പോൾ ആ ഒരു മാനസരോഗിയായ അമ്മ പറയുകയാണ്, സ്വർഗത്തിൽ അച്ഛന്മാരെ കണ്ടില്ല. അപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര ചിരിയായി. കൈക്കാരന്മാരും സിസ്റ്റേഴ്സും അവിടെ നിന്ന് വന്ന എല്ലാവരും ചിരിച്ചു. അച്ഛൻ മാത്രം ചമ്മി അളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അച്ഛൻ വീണ്ടും ഈ മൈക്ക് മറ്റേ വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചോദിച്ചു, അവിടെ സിസ്റ്റർമാരുണ്ട്? അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞു, അവിടെ സിസ്റ്റർമാരൊക്കെ ഉണ്ട്, പക്ഷെ അച്ഛന്മാരെ മാത്രം കണ്ടില്ല. അപ്പോൾ സിസ്റ്റർമാർക്ക് ഒരു ആശ്വാസമായി. അവർ ആ ഒരു ശ്വാസമൊക്കെ ഇട്ട ശേഷം അവരിങ്ങനെ ചിരിക്കുകയാണ്. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് അരിയൊക്കെ കൊടുത്ത് അങ്ങനെ സന്തോഷമായിട്ട് അവരിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ചായി സംസാരമെല്ലാം കഴിഞ്ഞ് വൈദികൻ പള്ളിമുറി വന്നപ്പോഴും ഈ ഒരു ചിന്ത, സ്വർഗത്തിൽ എല്ലാവരും ഉണ്ട്, പക്ഷേ വൈദികരെ കണ്ടില്ല എന്നുള്ള ചിന്ത അദ്ദേഹത്തെ വല്ലാതെ ഒരു ചെറിയ രീതിയിൽ ഒരു മനക്കുത്ത് കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ അസ്വസ്ഥതയൊക്കെ ഉണ്ടായി. അപ്പം ഇതിങ്ങനെ ഒരു ചെറിയൊരു സംഭവം. പ്രിയമുള്ളവരെ, നമ്മളും മരിച്ച് സ്വർഗത്തിലൊക്കെ എത്തുന്നതിനെക്കുറിച്ചാണല്ലോ എപ്പോഴും ചിന്തിക്കുക. ഓരോ പ്രസംഗത്തിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ധ്യാനം കൂടാൻ പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുമ്പോഴും ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോഴും കൊന്തയെല്ലാം തുടങ്ങുമ്പോഴും കുർബാന പങ്കെടുക്കുമ്പോഴൊക്കെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗത്തിൽ പോകണം എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ളൊരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? ഇന്നത്തെ ഈ ക്രിസ്തുമസ് നമുക്കറിയാം, സ്വർഗത്തിൽ നിന്ന് ഒരുവൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്, നമ്മുടെ രക്ഷകനായ ഈശോ. ഇനി ഈ രക്ഷകനായ ഈശോയുടെ ദൗത്യം എന്ന് പറയുന്നത് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അവനോട് എത്രമാത്രം സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചിന്തയിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. അതിനുവേണ്ടി നല്ലൊരു അവസരമാണ്. പുതിയ 2026 വർഷം വരാൻ പോകുന്നു. അതുപോലെ തന്നെ ഉണ്ണീശോയുടെ ജനനമൊക്കെ നമ്മൾ ആഘോഷിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. നമുക്ക് അല്പം കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം, അല്പം കൂടെ ഒരു ഈശോയുടെ കൂടെയുള്ള ജീവിതം നയിക്കാം. 2 മാസമൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ ഒന്ന് കുമ്പസാരിക്കാം. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന, ഞായറാഴ്ച ദിവസം കുർബാന മുടക്കുന്ന ഒരു പതിവൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നമുക്കൊന്ന് പുനഃക്രമീകരിക്കാം. അത്തരത്തിൽ ഈശോയുടെ കൂടെ നമുക്ക് ഈ ആഘോഷങ്ങളെക്കാൾ ഉപരിയായി ഒരു ആത്മീയ ആഘോഷം അത് നമുക്ക് ഇന്നു മുതൽ തുടങ്ങി വയ്ക്കാനായിട്ട് ഈ ക്രിസ്തുമസിൽ നമുക്കൊന്ന് പരിശ്രമിക്കാം. അതാണ് ക്രിസ്തുമസിൻ്റെ രണ്ടാമത്തെ ചിന്ത.
ഈ രണ്ട് ചിന്തകൾ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായി പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വിശ്വസിച്ച് സ്തുതി അയക്കട്ടെ.